ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ വർഷവും തുടക്കത്തിൽ തന്നെ ഞാനും എൻ്റെ ഗേൾസ് ഗ്യാങ്ങും ഒരു ചെറിയ ട്രിപ്പ് പോകാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു അവരെ എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന്. കാറിൽ ഒട്ടും സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനും ഭൈരവിയും രാവിലെ തന്നെ ട്രെയിനിൽ അവിടെ എത്തി. വൈകുന്നേരമായപ്പോൾ എൻ്റെ ഫാമിലിയും എൻ്റെ ബാക്കി ഫ്രണ്ട്സും അവിടെ എത്തി. മെയിൻ മോട്ടോ വാസ് എൻ്റെ ചെറിയമ്മയുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അതുകൂടാം ആൻഡ് ഓൾസോ വർക്കിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് ഒരു ചെറിയ ട്രിപ്പ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഗണപതി ഹോമം ഒക്കെ കഴിഞ്ഞിരുന്നു. സോ ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസം രാത്രി ഞങ്ങളുടെ ഒരു ഗെറ്റ് ടുഗെദറാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ചന്ദനം കൊണ്ട് കീറി വരുന്നതാണ് ഈ വീട്ടിലെ ഗൃഹനാഥ. സവിത പ്രമീല വന്നില്ല. ഈ പൂജയ്ക്ക് വെക്കുന്ന ഇളനീരിൻ്റെ വെള്ളം കുടിക്കാനുള്ള തത്രപ്പാടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതിനൊരടി തന്നെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ആർക്ക് കിട്ടും, സെക്കൻഡ് ആർക്ക് കിട്ടും, തേർഡ് ആർക്ക് കിട്ടും. ആ കൗണ്ടിൽ തേർഡ് നമ്പർ ഞാൻ വാങ്ങിയെടുത്തു. കുറച്ചും കൂടി പ്ലീസ് പ്ലീസ് ചിക്കു പ്ലീസ്. ഞാൻ കുടിച്ചോട്ടെ. ഈ ഇളനീര് കുടിക്കുന്ന മനുഷ്യനെ കണ്ട ആരെങ്കിലും പറയോ ഞങ്ങളൊക്കെ പേടിപ്പിച്ച് നിലയ്ക്ക് നിർത്തുന്ന ഒരു വ്യക്തിയാണെന്ന്? ഇളനീര് വെള്ളത്തിന് വേണ്ടി ഞങ്ങളുടെ പോരാട്ടം കഴിഞ്ഞപ്പോൾ ഇതാ അമ്മമാരുടെ പോരാട്ടം. അവർക്ക് കിട്ടിയെന്ന അവസ്ഥയായിരുന്നു. കാരണം ഞങ്ങൾ ബാക്കി വെച്ചില്ല. ബാഗിലുണ്ട്. Do you miss Sunego? Yeah. Amma. See, yet another hardworking brother of mine. I love him. After Chico, he's my favorite. And oh, this is Bayo, who's sitting with me and having dinner? Having lunch and dinner. I know. ഗൃഹമായിരുന്നു ഈ ഒരു ഗൃഹപ്രവേശ ചടങ്ങ്. എന്തായാലും ഇത് ഇപ്പോഴെങ്കിലും സാഫല്യമായത് വളരെയേറെ സന്തോഷമായി. എല്ലാവരുടെയും പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. വളരെ നല്ല മനസ്സമാധാനവും സംതൃപ്തിയും എനിക്ക് തോന്നുന്നു. ഇനി അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ ഇനിയും ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. അയാളെപ്പോഴും ഇവിടെ ഇരിക്കുന്നു. ചോറ് കഴിച്ചാ ചിക്കു? ചിക്കു ചോറ് കഴിച്ചാ? ഇനി ഒന്നും കൂടി എന്താ കഴിക്കാനല്ല? കല്യാണം കഴിക്കണം പോലും ചിക്കു. അതെ തോന്നി ആയിട്ടില്ല. ഞങ്ങളെ കൂട്ടത്തിൽ ഒരു വ്യക്തിയുടെ ഹാപ്പി മൊമെൻ്റ് ആയാൽ പോലും ഞങ്ങൾക്കൊക്കെ അത് സ്പെഷ്യലാണ്. സോ ആ ദിവസം ഞങ്ങൾ ഒരുപാട് പാട്ടും ഡാൻസും ഒക്കെ ആയി നിർത്തി എന്ന് കരുതി. പക്ഷേ ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. സോ ഞങ്ങളൊക്കെ കടൽപ്പാലത്തിലോട്ട് പോയി ജ്യൂസ് കുടിച്ചു, സ്നാക്സ് കഴിച്ചു. എന്നിട്ട് നാളെ ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആ ബിഗ് ഡേന് വേണ്ടി പ്രേ ചെയ്തുകൊണ്ട് കിടന്ന് ഉറങ്ങി.